ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ധ്യാനത്തിനായി അല്പസമയത്തെ പ്രാർത്ഥനയ്ക്കായി നമ്മൾ എടുക്കുക. ലൂക്കാ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ നമുക്കത് കേൾക്കാം. യേശു ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന് പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ഒരു വലിയ ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധിക്കുമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറി ഇരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാൻ ഇരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെടുത്ത് രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, വളരെ അറിയാവുന്ന, ഇത് നമ്മുടെ ശ്രദ്ധയിൽ, നമ്മുടെ മനസ്സിലുള്ള വചനമാണ്. പക്ഷെ ഈ വചനത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോയി അല്പനേരം പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവം ഇവിടെ ഇരിക്കുന്ന നമ്മളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം എന്നോട് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളോട് ദൈവം ഇടപെടുന്നത് ദൈവവചനത്തിലൂടെ ആയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 19-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒരു വലിയ സമ്പന്നനെ കുറിച്ച് പറയും, ഒരു പാവപ്പെട്ടവനെ കുറിച്ചല്ല. സക്കേവൂസ് ഒരു സമ്പന്നനായിരുന്നു, ചുങ്കം പിരിച്ചു നടക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം, സക്കേവൂസ് എന്ന വ്യക്തി ഒരു സമ്പന്നനായതുകൊണ്ട് തന്നെ ചിലപ്പോൾ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധമുണ്ടാകാം. സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആളുകളുമായി നല്ല പിടിപാട്, സ്വാധീനം, ബന്ധങ്ങൾ, ആൾബലം എല്ലാം ഉള്ള ഒരാളായിരിക്കണം. ഈ സക്കേവൂസിന് ഒരാഗ്രഹം ഉണ്ടാവുകയാണ്, യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ആഗ്രഹമാണ്. അതായത് ഒത്തിരി പണമുള്ള ഒരാൾ യേശുവിനെ എന്തിനാണ് കാണാൻ ആഗ്രഹിച്ചത്? സക്കേവൂസ് ഏതെങ്കിലും ഒരു പാവപ്പെട്ട അവസ്ഥയിൽ, സാമ്പത്തികമായി വലിയ ഒരു തകർച്ചയിലിരിക്കുന്ന അവസ്ഥയിലായിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കായിരുന്നു. എന്തുകൊണ്ട് സക്കേവൂസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു? ഓരോ വചനങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. സക്കേവൂസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചത് കുറച്ചുകൂടെ പൈസ ഉണ്ടാകാനല്ല. സക്കേവൂസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചത് ഞാനിപ്പോൾ നടത്തുന്ന ചുങ്കം പിരിവ് അത് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് കൊണ്ടു നടക്കണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല. സക്കേവൂസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചത് ആരൊക്കെയോ ഈ സക്കേവൂസിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, യേശുവിനെ കണ്ടാൽ നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നു, യേശുവിനെ കണ്ടാൽ അടുത്തറിഞ്ഞാൽ നിന്റെ ജീവിതം മുഴുവൻ മാറുമെന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും.
അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ ഓർത്ത് നോക്കി, നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്നത് ആരെങ്കിലുമൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളൊന്ന് പോയി പ്രാർത്ഥിക്ക്, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ മാറ്റം ഉണ്ടാകും. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം വരുന്നത്, ഒന്ന് പോകണം, ഒന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ സക്കേവൂസിനോട് ആരൊക്കെയോ പറഞ്ഞു, നീ ഒന്ന് ആ യേശുവിനെ പോയി. അങ്ങനെയാണ് ഈ സക്കേവൂസിന് ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ് ദൈവത്തെ കാണാൻ. ഇനി മൂന്നാമത്തെ വചനം, യേശു ആരെന്ന് കാണാൻ ആഗ്രഹിച്ച് പൊക്കം കുറവായതുകൊണ്ട്, ഓരോ വാക്കുകൾ ശ്രദ്ധിച്ചേ, പൊക്കം കുറവായതുകൊണ്ട് ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് അത് സാധ്യമല്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. നോക്കിക്കേ, സക്കേവൂസിനോട് ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞതല്ല, ആരെങ്കിലും വന്ന് പറഞ്ഞില്ല നിനക്കിങ്ങനെ പൊക്കം കുറവായതുകൊണ്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ട് നീ ഏതെങ്കിലും മരത്തെ കയറിയിരിക്കാൻ പറഞ്ഞതല്ല. സക്കേവൂസിന്റെ ഉള്ളിൽ ഒരു ഒന്നാമത് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുമ്പോ സക്കേവൂസിന്റെ ഉള്ളിൽ ദൈവാത്മാവ് പറയാണ്, സക്കേവൂസ് നിനക്ക് പൊക്കം കുറവാണ്, ജനക്കൂട്ടത്തിൽ നിന്ന് ഇത് സാധ്യമല്ല, ഇതിൽ നിന്ന് ഞാൻ എടുക്കേണ്ട ഗുണപാഠം എന്ത്? ശ്രദ്ധിച്ചു കേട്ടോ, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചോ. ഇത് സക്കേവൂസിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമാണ്, യേശുവിനെ കാണണം. ഈ ആഗ്രഹത്തിന് ഒരു തടസ്സമുണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞു. ആര്? സക്കേവൂസ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഞാനും പ്രാർത്ഥിക്കുമ്പോൾ ഒരാഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യമാണ്, എന്റെ ഇപ്പോഴത്തെ ഈ പാപാവസ്ഥയിൽ ഇത് സാധിക്കുകയില്ല. ഇപ്പോൾ നിന്റെ ഈ സാഹചര്യത്തിൽ, പ്രിയപ്പെട്ട നമ്മൾ ഓരോരുത്തരും വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മളോട് പറയാണ്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് സാധ്യമല്ല. അത് പലരോടും ദൈവം സംസാരിക്കുന്ന ഒരു കാര്യമായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. ഒരുപക്ഷെ ഇപ്പോൾ എന്റേതായ ഒരു ജീവിത രീതി സ്റ്റൈലും ഒക്കെ ഞാൻ പുലർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയും, ഈ അവസ്ഥയിൽ അത് സാധിക്കുകയില്ല. അപ്പൊ ഈ സക്കേവൂസ് ആദ്യം തന്റെ കുറവ് തിരിച്ചറിഞ്ഞു. സക്കേവൂസ് അവന്റെ കുറവ് തിരിച്ചറിഞ്ഞു. ഇതുപോലെ ഈ നിൽക്കുന്ന ഞാനും ദൈവത്തിൽ നിന്നൊരു കൃപ സ്വീകരിക്കാൻ ആദ്യം തിരിച്ചറിയേണ്ടത് എന്റെ തന്നെ ജീവിതത്തിലെ ഒരു കുറവിനെ കുറിച്ചാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർത്ത് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. നമ്മുടെ കുറവിനെ കുറിച്ച് അടുത്ത വചനം ശ്രദ്ധിക്കുക. യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് സക്കേവൂസ് മുമ്പേ ഓടി ഒരു മരത്തിൽ കയറിയിരുന്നു. യേശുവിനെ കാണാൻ ആഗ്രഹിച്ചാണ് ഈ ത്യാഗമെല്ലാം ഈ സക്കേവൂസ് എടുത്തത്. ശ്രദ്ധിച്ചു കേട്ടോ, ഈ സക്കേവൂസ് ഒരിക്കലും ഒരു മരം കയറ്റക്കാരനല്ലായിരുന്നു, ചുങ്കം പിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ മരം കയറാൻ അറിയാത്ത ഒരാൾ മരം കയറുമ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിക്കേ, സക്കേവൂസ് വേഗത്തിൽ ഓടി ഒരു മരത്തിൽ കയറിയിരുന്നു. എന്തിനെന്നറിയോ? യേശുവിനെ കാണാൻ ആഗ്രഹിച്ച്. നമ്മൾ പലരും ഇവിടെ വന്നത് നമ്മുടെ കടബാധ്യത മാറാനും നമ്മുടെ പ്രശ്നങ്ങൾ മാറാനും. യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് ആരും വന്നിട്ടുണ്ടാവില്ല. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറണം, എന്റെ പ്രതിസന്ധി മാറണം. അതാണ് നമ്മുടെ ആഗ്രഹത്തെ മാറ്റിയിട്ട് നമ്മളിലേക്ക് ഒരു ദൈവകൃപയുടെ ചാനൽ ഉണ്ടാകാൻ ഒരു വഴി തുറക്കുകയാണ്. ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ആ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാൻ ആഗ്രഹിക്കുക. ആ ദൈവത്തെ മുറുകെ പിടിക്കാൻ തീരുമാനിക്കുക. 3 കാര്യങ്ങൾ: യേശുവിനെ കാണാൻ ആഗ്രഹിക്കുക, ആ ദൈവത്തിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുക, ആ ദൈവത്തെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. ചേർത്ത് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, വചനം കേട്ട് നോക്കുക. സക്കേവൂസ് മരത്തിൽ കയറിയിരുന്നു. ഇനി ഇതൊന്നും ശ്രദ്ധയോടെ നോക്കുക, ശ്രദ്ധിക്കുക. സക്കേവൂസ് മരത്തിൽ കയറിയ വിവരം ജനക്കൂട്ടം, അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്, ആരും ഈശോയോട് പറഞ്ഞില്ല ഇത് സക്കേവൂസ് എന്ന് പേരുള്ള ഒരാൾ ഇത് അപ്പുറത്തൊരു മരത്തെ കയറി ഇരിപ്പുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ആരും പറയാതെ എങ്ങനെയാ ഈശോ ഇത് അറിഞ്ഞത്? ആരും പറയാതെ എങ്ങനെയാ ഈശോ ഇത് അറിഞ്ഞത്? ഈശോ നടന്നു പോകുമ്പോ കൃത്യം മരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി പേര് വിളിച്ചു. സക്കേവൂസ് വേഗത്തിൽ ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു. ഇവിടെ എന്നെ സ്വാധീനിച്ചൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. സക്കേവൂസ് ഈശോയെ കാണാൻ ആഗ്രഹിച്ച് ഒരു ത്യാഗം എടുത്തപ്പോൾ, അതിനുവേണ്ടി ഈശോയെ കാണാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി സമയം മാറ്റിവെച്ചപ്പോൾ, ഈശോയെ കാണാൻ ആഗ്രഹിച്ചൊരു വില കൊടുത്തപ്പം അതിന്റെ ചുവട്ടിൽ നിന്ന് ഈശോ പേര് പറഞ്ഞ് വിളിച്ച്
എല്ലാവരുടെയും മുമ്പിൽ സക്കേവൂസിനെ ഈശോ ഉയർത്തി നിർത്തി. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചാൽ, നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഒരു ത്യാഗം എടുത്താൽ, ഞാൻ ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ മാറ്റാൻ തീരുമാനിച്ചാൽ, എന്നെ പേര് പറഞ്ഞ് വിളിച്ച് എല്ലാവരുടെ മുമ്പിലും എന്നെ ഉയർത്തി നിർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് ഈ വചനത്തിൽ പറഞ്ഞത്. സക്കേവൂസിനോട് അത്രയും ജനക്കൂട്ടം നിൽക്കുമ്പോൾ ഈശോ പറയാണ്, അത്രയും ജനക്കൂട്ടത്തിലെ മുഴുവൻ ആളുകളും നോക്കി നിൽക്കെ തന്നെ സക്കേവൂസിനെ വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനെ ബഹുമാനിച്ചില്ലേ? ഹല്ലേലൂയ. ഇത് വളരെ വളരെ കൃത്യമായിട്ടൊരു കാര്യം. നമ്മൾ ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചാൽ, ഞാൻ ദൈവത്തിന് വേണ്ടി എൻ്റെ ആരോഗ്യത്തെ കൊടുത്താൽ, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി അല്പസമയം മാറ്റിവെച്ചാൽ, എന്നെ അറിയുന്ന ആളുകളൊക്കെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ പേര് ചൊല്ലി വിളിച്ച് ദൈവം ഉയർത്തി നിർത്തും. അതാ സക്കേവൂസ്. നോക്ക്, സക്കേവൂസ് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ല ഈശോ ഉയർത്തി നിർത്തിയത്. സക്കേവൂസ് പൈസക്കാരനായതുകൊണ്ട് ഉയർത്തി നിർത്തിയതല്ല. സക്കേവൂസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചത് കൊണ്ട് ഈ ഒരു ഉയർച്ച സംഭവിച്ചത്. കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനം ശ്രദ്ധിച്ചേ. സക്കേവൂസ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പം ഈശോ പറഞ്ഞൊരു അത്ഭുതം ഇതാണ്. സക്കേവൂസ്, എനിക്ക് നിന്റെ ഭവനത്തിൽ വരണോന്നല്ല പറഞ്ഞത്, എനിക്ക് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസിനൊരു മാറ്റം വന്നപ്പം അതിന്റെ ഗുണം മുഴുവൻ എവിടം വരെ എത്തി? അവന്റെ കുടുംബം മുഴുവൻ അഭിഷേകം നിറഞ്ഞു. പറഞ്ഞു ഹല്ലേലൂയ. ഞാനോ നിങ്ങളോ നമ്മുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും ദൈവത്തെ അറിയാൻ തുടങ്ങുമ്പോ ആരും വിചാരിക്കരുത് അതെനിക്ക് മാത്രമാണെന്ന്. അതിലൂടെ എൻ്റെ കുടുംബത്തിലേക്ക് മുഴുവൻ നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നില്ലേലും ഒരഭിഷേകം ആ ഭവനത്തിൽ മുഴുവൻ വ്യാപരിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും സമയം ദൈവത്തെ പാടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഇവിടുന്ന് വണ്ടി കയറി വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നില്ലെന്നും, പക്ഷെ നമ്മളിലൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോ വരുന്നുണ്ട്. ഹല്ലേലൂയ. അത് നോക്കി, സക്കേവൂസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് അവിടെ ഇരുന്നപ്പോഴല്ല, ഈശോ ഉള്ള സ്ഥലത്തേക്ക് വന്ന് പ്രാർത്ഥിച്ചപ്പോ അതിന്റെ ഗുണം ആ സക്കേവൂസ് എന്ന വ്യക്തിയിലൂടെ ഈശോ അവന്റെ ഭവനത്തിലേക്ക് കയറി ചെന്നു. പറഞ്ഞു ഹല്ലേലൂയ. അവന്റെ ഭവനത്തിൽ മുഴുവൻ അതൊരു വിടുതലിന് കാരണമായി. അതവന്റെ ഭവനത്തിലെ മുഴുവൻ തടസ്സങ്ങളും എടുത്തു മാറ്റി. ഈശോയെ കാണാൻ ആഗ്രഹിച്ചാൽ, ഈശോയ്ക്ക് വേണ്ടി ജീവിതം നമ്മുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും മാറ്റിവെച്ചാൽ, അതിന്റെ അനുഗ്രഹം തലമുറ തോറും നമ്മുടെ കുടുംബത്തിൽ എല്ലാ തടസ്സങ്ങളും മാറ്റി, പാപത്തിന്റെ കെട്ടുകൾ മാറ്റി ദൈവം അവിടെ ഇടപെടാനും അഭിഷേകം ചെയ്യാനും തുടങ്ങും. പറഞ്ഞു ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്ത്. ഈശോ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചേ. ഈശോ പറഞ്ഞു, എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കണം, നിന്റെ വീടിന്റെ അകത്ത് താമസിക്കണം. ഇത് വളരെ ശ്രദ്ധിച്ചേറ്റെടുക്കണം. ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിൽ കൊടുത്താൽ എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിനൊരു സ്ഥാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ദൈവം വസിക്കാൻ തുടങ്ങും. അതാണ് ഗലാത്യ 2:20. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ഇനി ഞാനല്ല ജീവിക്കുന്നേ, എന്റെ ഉള്ളിൽ ക്രിസ്തു ജീവിക്കുന്നു. പറഞ്ഞു ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. അതായത് സക്കേവൂസ് ജീവിതത്തെ ദൈവസന്നിധിയിൽ കൊടുത്തപ്പോൾ അവന്റെ ഭവനത്തിൽ വിടുതലുണ്ടായി. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഭവനത്തിൽ ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെയാണ് നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ ഇത്രയും പേര് ഇരിക്കുന്നില്ലേ, ഇതിൽ ഓരോരുത്തരും ദൈവം തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നവരാ. എന്തിനറിയോ? നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിലെ പല ആളുകളും ദൈവത്തെ അറിയാനുണ്ട്. സക്കേവൂസ് എന്ന വ്യക്തിയിലൂടെയാ സക്കേവൂസിന്റെ ഭാര്യ ഈശോയെ അറിഞ്ഞത്. സക്കേവൂസ് എന്ന വ്യക്തിയിലൂടെയാണ് സക്കേവൂസിന്റെ മക്കള് യേശുവിനെ അറിഞ്ഞത്. സക്കേവൂസിന്റെ കുടുംബക്കാർ മുഴുവൻ യേശുവിനെ അറിഞ്ഞത് ഈ സക്കേവൂസ് എന്ന വ്യക്തിയിലൂടെയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവർക്കും അഭിമാനിക്കാം. എന്നറിയോ? ഞാനെന്ന വ്യക്തിയിലൂടെ ആയിരിക്കും
ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു ജീവിത പങ്ക ഒരു ഭാര്യയിലൂടെ ആയിരിക്കും ഭർത്താവ് ഈശോയെ അറിഞ്ഞ് ഈശോയിലേക്ക് അടുക്കാൻ ഇടവരുന്നത്. ഇവിടെ ഇരിക്കുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയിലൂടെ ആയിരിക്കും ചിലപ്പോൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന നിങ്ങളുടെ മക്കൾ ഈശോയിലേക്ക് അടുക്കാൻ തുടങ്ങുന്നത്. നമ്മളിലൂടെ ആയിരിക്കും. അതാദ്യം പറഞ്ഞത്, ദൈവം ഇടപെടുന്നത് ദൈവവചനത്തിലൂടെ നമ്മളിലൂടെ ആയിരിക്കും. ദൈവം സംസാരിക്കുന്നത് ദൈവവചനങ്ങളിലൂടെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ദൈവവചനത്തിലൂടെ. എനിക്കറിയാം, ഒരു വ്യക്തിയെ പരിചയമുണ്ട്. അത് ആ വ്യക്തി ദൈവത്തെ അറിയാൻ വേണ്ടി അടുത്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയൊരു ഓഫറാണ്. ഒരു കമ്പനിയിൽ ഒരു ജോലിക്ക് വിളിച്ചപാടെ ആ കമ്പനിയിൽ നിന്ന് അവർക്ക് ഒരു നല്ല വാഹനം ഓഫർ ചെയ്തു. അങ്ങനെ ആ വ്യക്തി ആ ഒരു കമ്പനിക്ക് തന്നെ ഒരു അനുഗ്രഹമായിട്ട് മാറാൻ കാരണം ഇതാണ്. ആ വ്യക്തി ഇവിടെ വന്നത് ദൈവത്തെ എനിക്കൊന്ന് അറിയണം, ഇങ്ങനെ എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല. ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവരിലൂടെ കുടുംബം മുഴുവൻ അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങും. ഒരിക്കലും മറക്കരുത്, ഞാനെന്ന വ്യക്തിയിലൂടെ ആയിരിക്കും എൻ്റെ കുടുംബത്തിലെ ചില ആളുകൾ ഈശോയെ അറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അടുക്കാൻ തുടങ്ങാൻ ദൈവം ഇടവരുത്തുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിങ്കിലേക്ക് അടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഇതാണ്, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങും. എവിടെ വസിക്കാൻ തുടങ്ങും? നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഭവനത്തിൽ വസിക്കാൻ തുടങ്ങും. അങ്ങനെ കിട്ടിയാൽ ഒരു ഗുണമുണ്ട്. അങ്ങനെ ദൈവം വസിച്ച ഒരാളാണ് പൗലോസ്ലീഹ. ശ്രദ്ധിച്ചോ, ഈ വചനം നല്ല ഒരു അഭിഷേകമുള്ള ഒരു ചിന്തയാണ്. ദൈവം ഉള്ളിൽ വസിക്കാൻ തുടങ്ങിയാൽ പ്രത്യേകതയെ കുറിച്ച് കേൾക്കണം. അപ്പസ്തോല പ്രവർത്തനം 28-ാം അധ്യായം മാൾട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. മാൾട്ട. പൗലോസ്ലീഹ മാൾട്ടായിലേക്ക് വന്നിറങ്ങുമ്പോൾ അവിടെ ഭയങ്കര മഴയുള്ള സമയമാണ്, നല്ല തണുപ്പുള്ള സാഹചര്യമാണ്. അവിടെയുള്ള ആളുകൾ ഈ തണുപ്പ് അകറ്റാൻ വേണ്ടി വിറകും കമ്പുകൾ കൂട്ടിയിട്ട് കത്തിച്ച് ആ ചൂടിന് വട്ടമിരിക്കുന്ന സമയമാണ് മാൾട്ടായിൽ. പൗലോസ്ലീഹ അവിടെ ചെന്ന് കപ്പലിറങ്ങിയപ്പോ തന്നെ അവിടെയുള്ള ആളുകൾ തീ കൂട്ടി പൗലോസ്ലീഹായെ സ്വീകരിച്ചു. പൗലോസ്ലീഹായ്ക്ക് വലിയ സന്തോഷമായി. മാൾട്ട എന്ന് പറയുന്ന ആളുകൾ, ദൈവത്തെ അറിയാത്ത ആളുകൾ, എന്നെ സ്നേഹിച്ചിരിക്കുന്നു, എന്നെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഉടനെ പൗലോസ്ലീഹ അവരോട് സഹകരണം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ കിടന്ന കുറച്ച് ഉണക്ക കമ്പുകൾ എടുത്ത് ആ തീക്കകത്ത് കൊണ്ടുപോയി പൗലോസ്ലീഹ ഇട്ടു. പൗലോസ്ലീഹ ഇട്ടപ്പം പെട്ടെന്ന് അതിൽ നിന്ന് ഒരു അണലിപ്പാമ്പ് ചാടി അത് കയ്യെ ചുറ്റി, പൗലോസ്ലീഹയുടെ കയ്യെ ചുറ്റി. അപ്പോൾ അത്രേ സമയം സപ്പോർട്ടായിട്ട് നിന്ന മുഴുവൻ ആൾക്കാരും പെട്ടെന്ന് പറഞ്ഞു, ഇവനൊരു കൊലപാതകിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഇല്ലാത്ത ഈ അണലിപ്പാമ്പ് ഇവന്റെ കയ്യെ ചുറ്റാനുള്ള കാരണം എന്താ? അവന്റെ കൈ ഇപ്പൊ നീര് വന്ന് അവൻ ചത്തുപോകും, അവൻ ഏതോ ഒരു പിശാച് കൂടിയവനാണ് എന്നെല്ലാം ആളുകൾ പറഞ്ഞ് പെട്ടെന്ന് അകന്നുപോയി. അണലിപ്പാമ്പ്, വിഷമുള്ള പാമ്പുകളിൽ ഒന്നാണ് അണലിപ്പാമ്പ്. അത് ഈ വിറകിനകത്തുനിന്ന് ചാടി പൗലോസ്ലീഹയുടെ കയ്യെ ചുറ്റി. ഇവിടെ വചനം വായിക്കും 28-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, അണലിപ്പാമ്പ് കയ്യെ ചുറ്റിയപ്പോ അടുത്തു നിന്ന ആളുകൾ മുഴുവൻ ഭയന്നോടി. പക്ഷെ പൗലോസ്ലീഹ ഭയന്നോടിയില്ല. അതാണ് ഒന്ന് കാര്യം ശ്രദ്ധിച്ചേ. ദൈവം ഉള്ളിൽ വസിക്കാൻ തുടങ്ങിയാൽ എന്തു വലിയ പ്രതിസന്ധികൾ കയ്യേലല്ല, നമ്മുടെ ശരീരം, കുടുംബത്തിൽ മുഴുവൻ ഒരു പാമ്പിനെ പോലെ വരിഞ്ഞു മുറുകിയാലും നമ്മൾ ഭയപ്പെടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ഇതിന്റെ പ്രത്യേകത എന്റെ ഗുണമല്ല, ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു ഉണ്ടെങ്കിൽ. ഒരു വലിയ വിഷമുള്ള പാമ്പാണ് അണലിപ്പാമ്പ്. ഈ പാമ്പ് കടിച്ചാൽ പെട്ടെന്ന് മരിക്കും എന്നാണ് പറയുന്നത്. രോമകൂപത്തിലൂടെ പോലും ബ്ലഡ് പോയി മരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ പൗലോസ്ലീഹ ഭയപ്പെട്ടില്ല. ഇനി അടുത്ത വചനം ശ്രദ്ധിക്കേണ്ട ഇങ്ങനെയാണ്, എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ തന്നെ പൗലോസ്ലീഹ കയ്യെ ചുറ്റിയ അണലിപ്പാമ്പിനെ കൊടഞ്ഞ് ആ തീക്കകത്തോട്ടിട്ടു. അണലിപ്പാമ്പ്, അങ്ങനെ ചുറ്റിയിരിക്കുന്ന അണലിപ്പാമ്പ് ഇങ്ങനെ കൊടഞ്ഞു കളയാൻ പറ്റില്ല. ഈ വചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? അതായത് പൗലോസ്ലീഹായുടെ കയ്യിൽ ചുറ്റിയ അണലിപ്പാമ്പ് എങ്ങനെയാ കൊടഞ്ഞപ്പോ പോയത്? എന്തുകൊണ്ട് പൗലോസ്ലീഹായുടെ കയ്യിൽ ഇത് കടിച്ചില്ല? എന്തുകൊണ്ട് പൗലോസ്ലീഹായ്ക്ക് ഒരു അപകടം സംഭവിച്ചില്ല? ശ്രദ്ധിച്ചോ, മാൾട്ടായിലെ മുഴുവൻ ആളുകളും ഈ പൗലോസ്ലീഹായിലൂടെയാണ് ഈശോയെ അറിഞ്ഞത്. പറഞ്ഞേ ഹല്ലേലൂയ. മാൾട്ടായിലെ മുഴുവൻ ആളുകളും ദൈവത്തിന്റെ പരിപാലിക്കുന്ന കരം കണ്ടത് പൗലോസ്ലീഹായിലൂടെയാണ്.
ഇവിടെ ശ്രദ്ധിച്ചോ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു പാമ്പ് കയ്യെ ചുറ്റി വരിഞ്ഞി മുറുകിയിരിക്കുന്ന പോലെ ഒരുപക്ഷെ മാനസികമായും ശാരീരികമായും പല പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും രോഗപീഠകളിലും വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന അവസ്ഥയിലായിരിക്കും നമ്മളുള്ളത്. എന്നാൽ ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പ്രത്യേകത, അത് നമുക്കൊരു പ്രശ്നമല്ലാതായി മാറും, കൊടഞ്ഞു കളയും. പറഞ്ഞേ ഹല്ലേലൂയ. പാമ്പ് പൗലോസ്ലീഹായുടെ കയ്യിൽ നിന്ന് പാമ്പ് കുടഞ്ഞു കളഞ്ഞത് പൗലോസ്ലീഹായുടെ ശക്തി കൊണ്ടെന്നല്ല, പൗലോസ്ലീഹായിൽ വസിക്കുന്ന ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ്. ഇവിടെ ശ്രദ്ധിച്ചോ, നിങ്ങൾ എന്ത് പ്രശ്നത്തിലായിക്കൊള്ളട്ടെ, ഞാനും എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആളായിക്കൊള്ളട്ടെ, എന്റെ ഉള്ളിൽ ദൈവം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും കൊടഞ്ഞു കളയാൻ പാകത്തിന് ദൈവം എന്നെ സഹായിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. നോക്കിയേ, സക്കേവൂസ് എന്ന വ്യക്തിയിലൂടെ ആ സക്കേവൂസിന്റെ കുടുംബം രക്ഷപ്പെട്ടു. സക്കേവൂസ് എന്ന വ്യക്തിയിലൂടെ സക്കേവൂസിന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം ഈശോയെ അറിഞ്ഞു. പൗലോസ് എന്ന വ്യക്തിയിലൂടെ ആ മാൾട്ടായിലെ ജനങ്ങൾ യേശുവിനെ അറിഞ്ഞു. പൗലോസ്ലീഹായിലൂടെ അവിടെയുള്ള ജനങ്ങൾ ദൈവത്തിന്റെ പരിപാലിക്കുന്ന കരം കണ്ടു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളിലൂടെ ആയിരിക്കും നമ്മുടെ കുടുംബത്തിലുള്ള ചില ആളുകൾ ദൈവത്തെ കാണാൻ ഇടവരുന്നതും ദൈവത്തിന്റെ ശക്തി അറിയാനിടവന്ന് ദൈവത്തിങ്കിലേക്ക് അടുക്കാൻ സാഹചര്യം ഒരുക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഉറപ്പ്, അത് വിശ്വസിച്ചോ കേട്ടോ. ചിലപ്പോ നിങ്ങളുടെ വീട്ടിലെ ഒരു അമ്മച്ചിയായിരിക്കും എന്നും പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഒരാളായിരിക്കും. അവരെ വിമർശിക്കാൻ നിൽക്കണ്ട, അവരിലൂടെ ആയിരിക്കും ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളും രക്ഷപ്പെടാനുള്ള ദൈവം ഒരുക്കിയിരിക്കുന്ന വഴി. ഇനി അടുത്ത വചനം, ലൂക്കാസ് സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 2 ഭാഗങ്ങളാണുള്ളത്. 2 ഭാഗങ്ങൾ. ഒന്നാമത്തെ ഭാഗമാണ് ആദ്യ സെക്ഷൻ കഴിഞ്ഞത്. രണ്ടാമത്തെ കാര്യം കേട്ടെ, ഈശോ സക്കേവൂസിന്റെ ഭവനത്തിൽ ചെന്നു. സക്കേവൂസിന്റെ ഭവനത്തിൽ ചെന്നപ്പം സക്കേവൂസ് ഉടനെ പറയാണ്, ഞാൻ എന്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക കട്ടെടുക്കുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് 1, 2, 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. ഇത് കേട്ടപ്പം ഈശോ സക്കേവൂസിനോട് പറയുവാണ്, നിന്റെ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് സക്കേവൂസ് സിക്കമോർ മരത്തിൽ കയറാൻ വേണ്ടി ഓടിപ്പോയില്ലേ? ഓടിപ്പോയി എന്ന് എഴുതിയിരിക്കുന്നത്. ഓടിപ്പോയപ്പം സക്കേവൂസിന്റെ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയാഞ്ഞത്? സക്കേവൂസ് മരം കയറാൻ അറിയാത്ത ഒരാളായിരുന്നു, എന്നിട്ടും മരം കയറിയ സമയത്ത് ഈശോ പറഞ്ഞില്ലല്ലോ നിന്റെ ഭവനം രക്ഷപ്പെട്ടു കേട്ടോന്ന്. സക്കേവൂസിനെ മരത്തിൽ നിന്ന് വിളിച്ചിറക്കിയ സമയത്ത് ഈശോ പറഞ്ഞില്ലല്ലോ നിന്റെ ഭവനം രക്ഷപ്പെട്ടു എന്ന്. സക്കേവൂസിന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഇടയ്ക്ക് സമയത്ത് സക്കേവൂസ് ഇവിടെ നിന്ന് നിന്റെ ഭവനം രക്ഷപ്പെട്ടു കേട്ടോ എന്ന് പറഞ്ഞില്ല. എപ്പോഴാ പറഞ്ഞത്? സക്കേവൂസിന്റെ ഭവനത്തിൽ ചെന്നപ്പോഴല്ല പറഞ്ഞത്, സക്കേവൂസിന്റെ മനസ്സും മനോഭാവവും മാറി എന്നറിഞ്ഞപ്പോഴാ പറഞ്ഞത്. എങ്ങനെയാ സക്കേവൂസിന്റെ മനസ്സും മനോഭാവം എന്താണ്? സക്കേവൂസിന്റെ മനസ്സ് പണം, ചുങ്കം പിരിവ്, സമ്പത്ത്, പണം, ഈ പണത്തോട് ആർത്തിയുള്ള മനുഷ്യനാണ് സക്കേവൂസ്. സക്കേവൂസ് ഈ പണത്തോട് ആർത്തി ഉണ്ടായിരുന്ന, ഒരു പൈസ പോലും കളയരുത്, അതെല്ലാം സൂക്ഷിക്കണമെന്ന്, അതെങ്ങനെ കട്ടെടുത്തിട്ടാണേലും ഏത് രീതിയിലും സൂക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ പറയാണ്, ആ സ്വത്ത് 4, 5 ഇരട്ടി ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, സക്കേവൂസിന്റെ മനസ്സ് മാറി, മനോഭാവത്തിൽ മാറ്റം വന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ശ്രദ്ധിച്ചു, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളിലൂടെ ഒഴുകാത്തതിന്റെ ഒരു കാരണം നമ്മളുടെ ശരീരത്തിന്റെ മനസ്സ് മാറിയിട്ടില്ല. നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. ഈശോ ആഗ്രഹിക്കുന്നത് ഞാൻ സക്കേമൂർ മരത്തിൽ കയറിയിട്ടുണ്ടോ, ഞാൻ ഇറങ്ങിയിട്ടുണ്ടോ, ഞാൻ ഓടിയിട്ടുണ്ടോ, ഇത് മാത്രമല്ല, എന്റെ മനസ്സ് മാറിയിട്ടുണ്ടോ. ഈ മനസ്സ് മാറിയാൽ എന്നിലൂടെ എന്റെ കുടുംബം അഭിഷേകം പ്രാപിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം പറയട്ടെ. നമ്മളെല്ലാം പലതും ഒത്തിരി പ്രാർത്ഥിക്കുന്നവരും ത്യാഗമെടുക്കുന്നവരും നോമ്പെടുക്കുന്നവരൊക്കെയാണ്. പക്ഷെ നമ്മളിൽ മനസ്സിന് മാറ്റമില്ല, നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റമില്ല, നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തിയിട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും ജീവിതത്തിൽ മാറ്റം വരുത്തണം എന്നാണ്. പറഞ്ഞേ ഹല്ലേലൂയ.
ജീവിതത്തിൽ മാറ്റം വരുത്തിയാലേ എന്നിലൂടെ എൻ്റെ ദൈവം എൻ്റെ ഭവനത്തിൽ വരികയും എൻ്റെ ഭവനത്തെ രക്ഷിക്കുകയും ചെയ്യുകയുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ ഇവിടെ ശ്രദ്ധിച്ചോ, ദൈവത്തോടടുക്കാൻ ആഗ്രഹിക്കുക. സക്കേവൂസ് ഒറ്റ കാര്യം ആഗ്രഹിച്ചുള്ളൂ, എനിക്ക് കുറച്ചുകൂടെ പൈസ വേണമെന്നല്ല ആഗ്രഹിച്ചത്, എനിക്ക് നല്ലൊരു വീട് വേണമെന്നല്ല ആഗ്രഹിച്ചത്, എനിക്ക് ചുങ്കം പിരിവാണ് ജോലി, അതൊന്നും കൂടെ ഒന്ന് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുനടക്കണം, ഒരു കഴിവ് തരണമെന്നല്ല പ്രാർത്ഥിച്ചത്. എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് ദൈവത്തെ അറിയണം, ദൈവത്തോട് അടുക്കണം. സക്കേവൂസിന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചത് പണമല്ല. സക്കേവൂസിനെ മുഴുവൻ മാറ്റിമറിച്ചത് അദ്ദേഹത്തിന് ആ കാലഘട്ടത്തുണ്ടായിരുന്ന വലിയ ആളുകളോടുള്ള സ്വാധീനമൊന്നുമല്ല. സക്കേവൂസിന്റെ ജീവിതത്തിനും കുടുംബത്തിനും രക്ഷയുണ്ടാകാൻ കാരണം സുഹൃത്തുക്കളോ നാട്ടുകാരോ ബന്ധുക്കളോ ഒന്നുമല്ല, യേശുവിനെ അറിയാൻ ഇടവന്നതാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതവും കുടുംബവും രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തെ അറിയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം വിജയിക്കാൻ തുടങ്ങും. ദൈവത്തെ അറിയാൻ തുടങ്ങുമ്പോൾ എൻ്റെ കുടുംബത്തിൽ മാറ്റങ്ങളും അഭിവൃദ്ധിയും ദൈവം തരാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ദൈവവചനത്തിലൂടെ നമ്മളോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. ഈ വചനം മറക്കരുത്. സക്കേവൂസ് ആദ്യം തിരിച്ചറിഞ്ഞത് ഈ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന, നിങ്ങൾ ഇവിടെ ഓരോരുത്തർ ഇരിക്കുന്നത്, കടബാധ്യത മാറണം, രോഗം മാറണം, കുടുംബത്തിലെ വഴക്ക് മാറണം, പ്രതിസന്ധികൾ മാറണം, ഈ കഷ്ടപ്പാട് മാറണം, എനിക്ക് ഉയരണം. ചിലപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയും, ഈ അവസ്ഥയിൽ അത് സാധ്യമല്ല കേട്ടോ. ഇത് ചിലരോട് ദൈവം ചിലപ്പോൾ ഒരാണി പോലെ ശക്തമായി തുളഞ്ഞു കയറത്തക്ക രീതിയിൽ ദൈവം പറയുന്ന ഈ അവസ്ഥയിൽ അത് സാധ്യമല്ല. ഏതവസ്ഥയിൽ സാധ്യമാകും? ഞാനും സക്കേവൂസിനെ പോലെ ഒന്ന് ഓടണം. എങ്ങോട്ട് ഓടണം? ഈ അവസ്ഥയിൽ നിന്ന് മാറണം. ഞാനും മരത്തിൽ കയറണം. എന്തു മരത്തിൽ? ഞാനും ചില ഉപവാസമൊക്കെ എടുക്കണം, ഞാനും ചില ത്യാഗമൊക്കെ എടുക്കണം. അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോ എന്റെ ദൈവം എന്നെ കാണും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പേര് പറഞ്ഞു വിളിച്ചു. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇതാണ്, സക്കേവൂസിന്റെ പേരെങ്ങനെയാ ഈശോ അറിഞ്ഞതെന്ന്. ഈ മനുഷ്യന്റെ പേരെങ്ങനെയാ ഈശോ അറിഞ്ഞത്? പ്രിയപ്പെട്ട ശ്രദ്ധിച്ച്, 2000 വർഷം കഴിഞ്ഞിട്ടും സക്കേവൂസിന്റെ പേരും സക്കേവൂസിന്റെ കുടുംബവും ഇന്ന് ജീവിക്കുന്ന നമുക്ക് പോലും അറിയാം. പറഞ്ഞേ ഹല്ലേലൂയ. ആ സക്കേവൂസിന്റെ ജീവിച്ചിരുന്ന സമയത്ത് എന്തേരം കുടുംബങ്ങളും സമ്പന്നരും ഒക്കെ ജീവിച്ചിരുന്നിട്ടുണ്ട്. അവരുടെ ആരുടെയും പേര് ഈ ബൈബിളിൽ ഇല്ല. സക്കേവൂസ് പണമുള്ളത് കൊണ്ടല്ല ഇവിടെ പേര് വന്നത്, അയാൾക്ക് വലിയ സ്വാധീനമുള്ള ബന്ധങ്ങൾ ഉണ്ടായോണ്ടല്ല ഇവിടെ പേര് വന്നത്. സക്കേവൂസ് ദൈവത്തിലേക്ക് അടുക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാ ഈ സക്കേവൂസിന്റെ പേരും കുടുംബവും നമുക്ക് പോലും അറിയാവുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അതിന്റെ അർത്ഥം, നമ്മൾ ദൈവത്തെ അടുക്കാൻ ആഗ്രഹിക്കുമ്പോ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ അറിയാതെ ദൈവകൃപ ഒഴുകാൻ തുടങ്ങും. ചേർന്ന് പറയാമോ ഹല്ലേലൂയ. ഈ വചനത്തിലൂടെ നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. നമ്മളോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. ഇതിലൂടെ ദൈവം എന്നോടാ ഈ വചനം പറഞ്ഞത്. ഈ അവസ്ഥയിൽ അത് സാധ്യമല്ല. ഈ പാപത്തിന്റെ കെട്ടുകളിൽ കിടക്കുമ്പോൾ അത് സാധ്യമല്ല. ഈ തെറ്റായ ബന്ധത്തിൽ കടക്കുമ്പോ ജീവിക്കുമ്പോൾ അത് സാധ്യമല്ല. ഈ പാപാവസ്ഥയിൽ ഇത് സാധ്യമല്ല. ഇത് നമ്മളോട് ദൈവം പറയാൻ തുടങ്ങിയിട്ട് കുറെയായി. നമ്മളത് മൈൻഡ് ചെയ്തിട്ടില്ല. ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ ഓടണം. ഓടുക എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ ഞാൻ മാറണം. മാറുമ്പോൾ എന്റെ ദൈവം എന്നെ കാണും. എന്റെ ദൈവം എന്നെ പേര് ചൊല്ലി വിളിക്കും. എന്റെ ദൈവം എന്നെ പേര് ചൊല്ലി വിളിച്ച് അഭിമാനമായി ഉയർത്തി നിർത്തും. അത് സത്യമാണ്. ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഏകദിന ധ്യാനത്തിൽ ആദ്യ വെള്ളിയാഴ്ച പങ്കെടുക്കുന്ന ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരെ, ഇതാ നിങ്ങളുടെ പേര് ദൈവത്തിനറിയാം. സക്കേവൂസിനെ പോലെ നിങ്ങൾ ഒരു വില കൊടുത്തവരാണ്. നിങ്ങളും ആരോഗ്യം മാറ്റിവെച്ചവരാണ്, സമയം മാറ്റിവെച്ചവരാണ്. നിങ്ങളോടാ ദൈവം പറയുന്നേ, നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരനുഗ്രഹം വരും. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം ദൈവം വിടുവിക്കും. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് നിറയും. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിന്റെ തലമുറകൾ രക്ഷപ്പെടും. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ അഭിഷേകം എല്ലാം നിറയും.
സന്തോഷം നിറയും, സൗഖ്യം നിറയും നിങ്ങളിലൂടെ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ, ഏറെ ശ്രദ്ധയോടെ നോക്കിക്കേ. സക്കേവൂസിന്റെ കൂടെയാ ഈശോയും പോയത്. സക്കേവൂസിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചു വേറെ 10 പേരെ കൂട്ടിയല്ല പോയത്. സക്കേവൂസിനോട് കൂടെ, സക്കേവൂസിലൂടെയാണ് പോയത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ശ്രദ്ധിച്ചേ, എന്റെ ദൈവം എന്റെ ഭവനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്ന വ്യക്തിയിലൂടെയാണെങ്കിലോ, ഞാനായിട്ട് അതിനൊരു തടസ്സമായിട്ട് നിൽക്കരുത്. എന്നിലൂടെ എന്റെ ദൈവം എന്റെ ഭവനത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. സക്കേവൂസ് പൈസയുള്ളവനായിരുന്നു, വീടുള്ളവനായിരുന്നു, വലിയ ബന്ധങ്ങളുള്ളയാളായിരുന്നു. പിന്നെ എന്തിനാ ഈശോയെ കാണാൻ ആഗ്രഹിച്ചത്? പണവും വീടും ഒക്കെ ഉണ്ടല്ലോ, ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതായത് ശ്രദ്ധിച്ചേ, ഈ ലോകത്തിലെ ഒരു കാര്യത്തിനും തരാൻ പറ്റാത്തത് ദൈവത്തിന് മാത്രം തരാൻ കഴിയുന്നത്. നമുക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങളുണ്ട്, ദൈവത്തിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. ഈ ലോകത്തിൽ എന്തേലും പൈസയുള്ള ആൾക്കും തരാൻ പറ്റില്ല. ലോകത്തിൽ ഒരാൾക്കും തരാൻ പറ്റാത്തത് ദൈവത്തിന് തരാൻ കഴിയും. പറഞ്ഞേ ഹല്ലേലൂയ.